നമസ്കാരം. കുറച്ചു നാൾ മുമ്പ് ആമസോൺ പ്രൈമിൽ മോഡേൺ ലവ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മോഡേൺ ലവ് പല ഭാഷകളിൽ പല സിറ്റികളിൽ നടക്കുന്ന കഥകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്നും ഓരോ വേർഷൻസ് ആണ്. അത് ഹൈദരാബാദിൽ നടക്കുന്ന കഥകൾ, ചെന്നൈയിൽ നടക്കുന്ന കഥകൾ, മുംബൈയിൽ നടക്കുന്ന കഥകൾ, എല്ലാം വ്യത്യസ്തമായ കഥകളാണ്. വ്യത്യസ്തമായ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ്. അതിൽ മുംബൈ വേർഷൻ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് 6 എപ്പിസോഡ്സ് ഉള്ള ഒരു സീരീസാണ്. ഓരോ എപ്പിസോഡും 40 മുതൽ 45 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളവയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മോഡേൺ കാലഘട്ടത്തിലെ പല സ്നേഹത്തിൻ്റെ ഫ്ലേവേഴ്സും നമുക്ക് ഈ സീരീസിൽ കാണാൻ സാധിക്കും. ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേരാണ് രാത്രാണി. രാത്രാണി ലാലിയുടെ കഥയാണ്. ലാലി ഒരു കാശ്മീരുകാരിയാണ്. കാശ്മീരിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലേക്ക് കുടിയേറി പാർത്തവളാണ്. അവൾ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് തൻ്റെ കാമുകനെ വിവാഹം കഴിച്ച് മുംബൈയിലെ ഒരു ചേരിയിൽ വന്ന് താമസിക്കുകയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അവളിപ്പോൾ ഒരു വീട്ടിൽ വേലക്കാരിയാണ്. അവളുടെ ഹസ്ബൻഡ് ഒരു അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ലാലി വളരെ സന്തോഷവതിയാണ്. അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവളുടെ ഹസ്ബൻഡ് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിക്കുകയാണ്. അയാൾക്കുണ്ടായിരുന്ന ഒരു സ്കൂട്ടറുമായി വേറെ ഏതോ വീട്ടിലേക്ക് താമസം മാറി, വേറെ ഏതോ നാട്ടിലേക്ക് താമസം മാറിയിരിക്കുന്നു. എല്ലാം തകർന്ന അവസ്ഥയിലായി ലാലി. ലാലിക്ക് പിന്നെ ബാക്കിയുള്ളത് പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും ഒരു പഴയ സൈക്കിളുമാണ്. ഈ സൈക്കിൾ ആണുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സൈക്കിളാണ്. പണ്ട് അവളുടെ ഹസ്ബൻഡ് യൂസ് ചെയ്തിരുന്ന സൈക്കിളാണ്. ആദ്യമൊക്കെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യം അവൾ ആ സൈക്കിളിനോട് തീർക്കുമെങ്കിലും പിന്നീട് ലാലി ആ സൈക്കിളായി കൂട്ടുകൂടുകയാണ്. ആ സൈക്കിളിലാണ് പിറ്റേ ദിവസം മുതൽ അവൾ ജോലിക്ക് പോകുന്നത്. അവൾ അത്ര എക്സ്പേർട്ട് സൈക്ലിസ്റ്റ് ഒന്നുമല്ല. വളരെ കഷ്ടപ്പെട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത്. വളരെ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സൈക്കിളും കൂടിയാണത്. ഇവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഒരു ബ്രിഡ്ജ്, അവൾ എല്ലാ ദിവസവും കടന്നു കയറി പോകുന്നൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ്, ആ സൈക്കിൾ ചവിട്ടി ആ ബ്രിഡ്ജിൻ്റെ മുകളിലെത്താൻ പറ്റണം. അത് അവളുടെ ഒരു വലിയ ആഗ്രഹമാണ്. ഈ സൈക്കിളുമായി ഈ ബ്രിഡ്ജ് കടക്കാൻ വേണ്ടിയിട്ട് അവൾ കാണിക്കുന്ന പരാക്രമം നമ്മളെ ശരിക്കും അതൊരു സിംബോളിക് രൂപത്തിൽ അവളുടെ ജീവിതത്തോട് തന്നെ മല്ലിടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ജീവിതം ഏറ്റവും തകർന്ന അവസ്ഥയിൽ നിന്ന് ജീവിതം ഇത്രയും സുന്ദരമാണോ എന്നുള്ള അവസ്ഥയിലേക്ക് ലാലിയുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നു എന്നതാണ് സിനിമയുടെ ഒരു ജേണി. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ദംഗൽ ഫെയിം ആക്ട്രസ്സായ ഫാത്തിമ സന ഷെയ്ഖാണ്. വളരെ മികച്ച പ്രകടനമാണ് ഫാത്തിമ ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ലാലിയുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വലിയ വലിയ വിജയങ്ങളെല്ലാം നമുക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. അടുത്ത കഥയുടെ പേര് ബായി എന്നാണ്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ മൻസുവിൻ്റെ അമ്മൂമ്മയാണ് ബായി. അവൻ അമ്മൂമ്മയെ ബായി എന്നാണ് വിളിക്കുന്നത്. ബായിയുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ സിനിമാ നടി തനൂജിയാണ്. മൻസു ഏകദേശം ഒരു 28 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ ഒരു യാഥാസ്ഥിക മുസ്ലിം ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യനാണ്. അവനൊരു ഗേ ആണ്. ഇവൻ്റെ അതേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വേറൊരു ഗേ ആയിട്ടുള്ള പയ്യനുമായിട്ട് ഇവന് സൗഹൃദമല്ല, സ്നേഹബന്ധമുണ്ട്. എന്നാൽ ആ സ്നേഹബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സമൂഹത്തോട് താൻ ഗേ ആണ് എന്ന് വെളിപ്പെടുത്താൻ ധൈര്യമില്ലാതിരുന്ന മൻസുവിൻ്റെ പാർട്ട്ണർ ഒരു ദിവസം മൻസുവിനെ ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് അയാൾ സാധാരണക്കാരെ പോലെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയാണ്. മൻസുവിൻ്റെ അച്ഛന് മൻസു ഗേ ആണ് എന്നുള്ളത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ്റെ അമ്മയും പെങ്ങളും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൻസു മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഗോവ ഗേ കമ്മ്യൂണിറ്റീസിനെ കുറച്ചും കൂടി വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഗോവയിൽ ചില റെസ്റ്റോറൻറ്റ്സിൽ പാട്ടൊക്കെ പാടി മൻസു ജീവിക്കുകയാണ്. മൻസു പാട്ട് പാടുന്ന ഒരു റെസ്റ്റോറൻറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫുമായി അവൻ പ്രണയത്തിലാവുകയാണ്. ഈ എക്സിക്യൂട്ടീവ് ഷെഫ് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരാളാണ്. മൻസുവിൻ്റെ എല്ലാ ഇൻസെക്യൂരിറ്റീസിനെയും എംബ്രേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോഴാണ് മൻസുവിൻ്റെ അമ്മമ്മ ബായി വളരെ അവശ നിലയിലേക്ക് പോകുന്നത്. അവരുടെ മരണം അടുത്തു എന്നുള്ള സ്ഥിതിയിലേക്ക് അവർ കടക്കുകയാണ്. അവരെപ്പോഴും മൻസുവിനെ കാണുമ്പോൾ കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കാറുണ്ട്. മൻസു ഒരിക്കലും പിടികൊടുക്കാറില്ല. പക്ഷേ ഈ തവണ വരുമ്പോൾ ഇനി അമ്മമ്മയെ കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നുള്ള മൻസുവിന് പൂർണ്ണമായിട്ട് അറിയാം. അപ്പോൾ ഈ തവണയെങ്കിലും മൻസു തൻ്റെ മനസ്സ് തുറന്ന് താനൊരു ഗേ ആണെന്നും അവന് ഒരു ഗേ പാർട്ട്ണർ ഉണ്ടെന്നും ബായിയോട്
പറയണം. ഈ ഒരു സ്ട്രഗിളിലാണ് മൻസു. ബാക്കി സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഈ കഥ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളത്. അടുത്ത കഥയാണ് മുംബൈ ഡ്രാഗൺ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ചൈനീസ് ഫ്ലേവറുള്ള ലവ് സ്റ്റോറിയാണ്. ഇതൊരു പാരന്റൽ ലവ് സ്റ്റോറിയാണ്. കഥ നടക്കുന്നത് ഒരു ചൈനീസ് കുടുംബത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് മുംബൈയിലേക്ക് ചേക്കേറിയ ഒരു ചൈനീസ് കുടുംബം. ഈ കുടുംബത്തിൽ ഇപ്പോൾ 2 പേരേ ഉള്ളൂ. കുടുംബനാഥയായ മിങ്ങും അവളുടെ മകനും. അവളുടെ മകനൊരു ഡെന്റിസ്റ്റാണ്. അവൻ അമ്മയുടെ കൂടെ അല്ല ഇപ്പോൾ താമസിക്കുന്നത്, കുറച്ചകലെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ ഡെന്റിസ്റ്റ് ആണെങ്കിലും ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാതെ തന്നെ സിംഗിങ് കരിയറായി എടുക്കണം എന്ന് ആഗ്രഹിച്ച് പല റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ട്രാക്ക് പാടാൻ പോവുകയാണ്. എല്ലാ വീക്കെൻഡിലും മിങ്ങിനെ കാണാൻ അവൻ എത്തും. അടുത്ത ആഴ്ചത്തേക്കുള്ള മുഴുവൻ ആഹാരവുമായി മിങ് അവനെ യാത്രയയക്കും. ഒരിക്കൽ മിങ് മനസ്സിലാക്കുന്നു ഇവൻ താമസിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കൂടെയാണെന്നും അവർ ലിവിങ് റിലേഷൻഷിപ്പിലാണെന്നും. ഒരു ചൈനക്കാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം മകനെ എന്നുള്ളതാണ് മിങ്ങിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൂടാതെ അവൻ ഡെന്റിസ്റ്റായി ജോലി ചെയ്യണം എന്നുള്ളതും. ഈ പെൺകുട്ടിയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരിയാണ്. പ്രത്യേകിച്ചും അവൾക്ക് ഗാർലിക് ഒട്ടും ഇഷ്ടമല്ല, വെളുത്തുള്ളി ഒട്ടും ഇഷ്ടമല്ല. മിങ്ങിന്റെ റെസിപ്പീസിലെല്ലാം നിറയെ ഗാർലിക് ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെജും ഉണ്ട്. ഈ കുട്ടി ഗാർലിക്കും കഴിക്കില്ല, നോൺ വെജും കഴിക്കില്ല. അങ്ങനെ മിങ് ആകെ പ്രതിസന്ധിയിലാവുകയാണ്. മിങ് പല രീതിയിൽ മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ തയ്യാറാവുന്നില്ല. അവൻ അവളെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. മിങ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അവരെ ചൈനീസ് അമ്പലത്തിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് അവളൊരു വലിയ പ്രതിജ്ഞ എടുക്കുകയാണ്. എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഹിന്ദി സംസാരിക്കില്ല. ഇതാണ് മിങ്ങിന്റെ പ്രതിജ്ഞ. മകൻ തിരിച്ചു വരുമോ, ആരെ കല്യാണം കഴിക്കും എന്നുള്ളതെല്ലാം സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. അടുത്ത എപ്പിസോഡിന്റെ പേരാണ് മൈ ബ്യൂട്ടിഫുൾ റിങ്കിൾസ്. ഇത് ദിൽബറിന്റെ കഥയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ദിൽബർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ദിൽബറായി അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ സിനിമാ നടി സരികയാണ്. ദിൽബർ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വുമൺ ആണ്. ദിൽബറിനെ കാണാനായി അവളുടെ കൊച്ചുമകൾ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. ദിൽബറിന്റെ വീട്ടിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന വേറൊരാൾ കൂടിയുണ്ട്. ദിൽബർ ട്രെയിൻ ചെയ്യുന്ന ഒരു പയ്യനാണ്. ഇവൻ അഹമ്മദാബാദിൽ നിന്നോ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ജോലി അന്വേഷിച്ച് മുംബൈയിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഇവന് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ഒരു ഇന്റർവ്യൂസും അവന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അവന്റെ ഏജ് ഗ്രൂപ്പിലുള്ള പയ്യന്മാരുടെ ഒരു തരത്തിലുള്ള ഒരു രീതികളോടും അവന് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും ട്രെയിനിങ് സെഷന് ശേഷം ദിൽബർ അവനോട് ഒരു കാപ്പിക്ക് വേണ്ടിയിട്ട് നിന്നുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസം അവൻ സമ്മതം മൂളുന്നു. ദിൽബർ കോഫിയുമായി എത്തുമ്പോൾ അവൻ ദിൽബറിന് ഒരു പേപ്പർ കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് അവൻ വരച്ചിരിക്കുന്ന ഒരു പിക്ചറാണ്. ദിൽബറിനെ പോലെ ചായ തോന്നിക്കുന്ന ഒരു നഗ്നയായ സ്ത്രീയുടെ ചിത്രമാണത്. ഇത് കൊടുക്കുകയും ദിൽബറിനോട് ചില സെക്ഷൽ ഫാന്റസീസ് അവനുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുകയാണ് ആ പയ്യൻ. ദിൽബറിനെക്കാളും ഏകദേശം 30 വയസ്സിന് ഇളയതാണ് ഈ പയ്യൻ. ദിൽബറിനെ ഇത് ആകെ ഷാറ്റർ ചെയ്യിക്കുകയാണ്. പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ദിൽബർ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. പെട്ടെന്ന് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ദിൽബറിന്റെ ലൈഫിലും ഈ പയ്യന്റെ ലൈഫിലും സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ് സിനിമ. അടുത്ത എപ്പിസോഡിന്റെ പേര് ഐ ലവ് താനെ. മുംബൈയിലെ തന്നെ ഒരു നഗരമാണ് താനെ. താനെയിൽ ജീവിക്കുന്ന സൈബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണിത്. സൈബ ഒരു ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ്. പല ഓഫീസുകൾക്കും അപ്പാർട്ട്മെന്റ്സിനുമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തു കൊടുക്കുകയാണ് സൈബ. അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് വർക്കറാണ്. കറന്റ്ലി അവൾക്ക് ഒരു പാർട്ട്ണർ ഇല്ല. ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലും കൂടിയാണ് സൈബ. അതിനുവേണ്ടി അവൾ പല ഡേറ്റിംഗ് ആപ്സും യൂസ് ചെയ്യുന്നുണ്ട്, പലരെയും ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റിംഗ് എക്സ്പീരിയൻസ് എല്ലാം തന്നെയും തികഞ്ഞ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൈബ കംപ്ലീറ്റ്ലി ഒരു ഡെസ്പായിട്ടുള്ള അവസ്ഥയിലാണ്. കൂടാതെ അവളെ അലട്ടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. മിക്ക പ്രോജക്ട്സും അവൾക്ക് കിട്ടുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ്. അതും അവൾക്കൊരു മടുപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈബയെ തേടി ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് എത്തുന്നത്. താനെ എന്ന നഗരത്തിൽ ഒരു വലിയ പാർക്ക് നിർമ്മിക്കണം, ഒരു നാച്ചുറൽ പാർക്ക്, നിറയെ വൃക്ഷങ്ങളുള്ള ഒരു പാർക്ക്. അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് അവളിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷത്തോടെ അവൾ ഈ പ്രോജക്റ്റ് എടുക്കുകയാണ്. ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ അവൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുകയാണ്. അവളെക്കാൾ 2 വയസ്സ് പ്രായം കുറവുള്ള ഒരു പയ്യനാണ്. അവളിൽ നിന്നും തികച്ചും വിപരീതമായി അവൻ ഒട്ടും മോഡേൺ ആയിട്ടുള്ള ഒരു പയ്യനല്ല. ഒരു ഡേറ്റിംഗ് ആപ്പിലും അവൻ അക്കൗണ്ട് ഇല്ല, ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും അവനില്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് സൈബയ്ക്ക് ഒരു അത്ഭുതമാണ്. ദിവസങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ അടുക്കുകയാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് സിനിമയുടെ ഒരു ജേണി. ഇത് കണ്ടു തന്നെ മനസ്സിലാക്കുക. അടുത്ത എപ്പിസോഡാണ് കട്ടിംഗ് ചായ്. കട്ടിംഗ് ചായ് ലതികയുടെ കഥയാണ്. ലതിക ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വുമൺ ആണ്. ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്.
അവളും അവളുടെ ഹസ്ബൻഡും കുട്ടിയും ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവളുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് നടൻ അർഷദ് വാർസിയാണ്. അദ്ദേഹം ഒരു വലിയ ഹോട്ടലിലെ ജീവനക്കാരനാണ്. ഒട്ടും സമയമില്ലാത്ത വളരെ തിരക്ക് പിടിച്ച ഒരാളാണ് ലതികയുടെ ഹസ്ബൻഡ്. കുടുംബത്തിലെ ഒരു ചടങ്ങിനും കൃത്യമായിട്ട് എത്താൻ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പിഴഞ്ഞാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഇദ്ദേഹം എത്തിച്ചേരുക. എന്നാൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ് ലതികയുടെ ഹസ്ബൻഡ്. എന്നാൽ ലതിക വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു. നല്ല പ്രതികരണമാണ് ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് അവൾക്ക് കിട്ടിയത്. ആ കാലഘട്ടത്തിൽ തന്നെ അവൾ ഒരു നോവൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ വർഷം ഇത്ര പിന്നിട്ടിട്ടും അവൾക്ക് ആ നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുള്ളിൽ അവളുടെ കല്യാണവും കുട്ടിയും ഒക്കെയായി ഓരോരോ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവളെ ഈ നോവലിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അവൾക്ക്. ഒരു ദിവസം അവൾ അവളുടെ ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അവളുടെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടതും അതിനു മുമ്പുള്ള അവളുടെ അഫയേഴ്സും അവൾ ജീവിതത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അവളുടെ ലൈഫിന്റെ പല മൊമെന്റ്സും എല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ ഇവാലുവേഷന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് കഥ. അത് കണ്ടു തന്നെ അറിയുക. ഇതൊരു മികച്ച വെബ് സീരീസ് ആണ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരു വൺ ടൈം വാച്ച് വെബ് സീരീസ്. നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും. വളരെ ഡെപ്ത് ഉള്ള കഥകളോ അങ്ങനെയൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ കൂടും, കുറച്ച് ദിവസത്തോളം നമുക്ക് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് ഈ വെബ് സീരീസ് കണ്ടിട്ട് തോന്നിയിട്ടില്ല. സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വെബ് സീരീസ്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.